ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സാന്ത്വനത്തിലെ ആകാശും മീനാക്ഷിയും കൂടി ടൂറൊക്കെ കഴിഞ്ഞ് അവളുടെ ആ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവർ വരികയാണ്. ആ സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബാലൻ അവരെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നമ്മുടെ ആകാശിനെ ഒരു കുഞ്ഞു കുട്ടിയെ വഴക്ക് പറയുന്നത് പോലെയൊക്കെ തന്നെയാണ് പറയുന്നത്. ഇത്രയും വളർന്ന് വലുതായിട്ട് പോലും ആ ഒരു ഇതൊന്നും അവൻ കാണിക്കാതെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം ഭാര്യയുടെയും അനിയത്തിയുടെയും ചേച്ചിയുടെയും ഒക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് വഴക്ക് പറയുന്നത്. അത് അവന് വലിയ വിഷമാവുകയും ചെയ്യുന്നുണ്ട്. മീനാക്ഷി ആണെങ്കിൽ നമ്മുടെ ബാലൻ വിളിച്ചിട്ട് ആകാശ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതൊന്നും തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആകാശ് പെട്ടെന്ന് തന്നെ കടയിലേക്ക് പോകുന്നുണ്ട്. രാവിലെയാണ് അവർ വരുന്നത് ടൂറൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ കടയിലേക്ക് പോവുകയാണ്. അതേസമയത്ത് മീനാക്ഷിയും ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ട് അങ്ങനെ അവളും ജോലിക്ക് പോകാൻ വേണ്ടി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മിത്രയുണ്ടല്ലോ, മിത്രയ്ക്ക് ആര്യൻ ഒരു ചുരിദാർ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ല സന്തോഷമാവുകയാണ് നമ്മുടെ മിത്രയ്ക്ക്. അങ്ങനെ ആ ചുരിദാർ അവളെ അങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ വെച്ച് ഇട്ട് നോക്കി ഇട്ടിങ്ങനെ നല്ല ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആര്യൻ കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇത് എന്തായാലും എൻ്റെ കയ്യിലുള്ള കാശിന് ഒതുങ്ങുന്ന ഒരു ചുരിദാർ മാത്രമാണ്, നീ ഇടാറുള്ള അത്ര വില അതുപോലെ ഭംഗിയ കാര്യങ്ങളൊന്നും ഇതിനുണ്ടാവില്ല, നിനക്ക് ഇഷ്ടപ്പെട്ടെങ്ങനെ ഇട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം എന്തായാലും അവളിങ്ങനെ കണ്ണാടിയിൽ നോക്കി പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരാൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അങ്ങനെ വാങ്ങി തരുമ്പോൾ പിന്നെ എന്തിനാ അത് വാങ്ങിക്കാതിരിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അവൾ നല്ല സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് മീനാക്ഷിയാണെങ്കിൽ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുകയാണ് ബാഗിൽ. അപ്പോൾ ഗോമതി വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ ഇന്ന് തന്നെ പോകണം, ഇന്ന് മോൾക്ക് ലീവ് ആക്കിക്കൂടെ, നാളെ പോയാൽ പോരും, അമ്മയ്ക്ക് എന്താ, അമ്മയ്ക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാതെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ മിത്ര വരികയാണ് ഈ ചുരിദാർ ഇട്ടിട്ട്. അപ്പം മിത്ര അങ്ങനെ നാണം കുണുങ്ങി എന്തോ ഒരു ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ മിത്ര ഓടി വന്നിട്ട് ഇവരെ കൊണ്ട് പറയിപ്പിക്കണം, ഈ ചുരിദാർ നല്ല ഭംഗിയുണ്ട്, ഇത് എവിടുന്നാണ് എന്ന് ചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് മിത്ര വന്നിട്ട് മീനാക്ഷിയോട് പറയുന്നുണ്ട്, ചേച്ചിയുടെ സാരി കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയാണ്. അപ്പം മീനാക്ഷി തൻ്റെ സാരിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഭംഗിയുണ്ടെന്നോ, ആയിക്കോട്ടെ എന്ന് പറയാണ്. അപ്പോൾ അമ്മയുടെ, അതായത് ഗോമതിയുടെ സാരി നോക്കിയിട്ട് പറയുന്നുണ്ട്, അമ്മയുടെ സാരി സൂപ്പർ ആട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, ഇത് ഞാൻ ആദ്യമായിട്ട് ഉടുക്കുന്നതൊന്നല്ലല്ലോ, ഇത് നീ കണ്ടിട്ടില്ലേ, ഞാൻ ഉടുത്തിട്ട്, ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉടുക്കാറുള്ളതാണല്ലോ എന്ന് പറയുന്നുണ്ട്. അയ്യോ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണാണെന്ന് ഇങ്ങനെ നമ്മുടെ മിത്ര പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വീണ്ടും അങ്ങനെ അവളിങ്ങനെ നാണം കുടുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നടക്കണേന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഒരു കാര്യമുണ്ട് എന്ന് പറയാണ്. എന്താ, നീ വല്ല കോളേജിലും വല്ല ഡാൻസിനും ചേർന്നായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, മോളെ ഡാൻസിനൊക്കെ ചേർന്ന് കൊള്ളാം, പക്ഷേ അച്ഛനോട് ആദ്യം തന്നെ പെർമിഷൻ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ബാക്കി എനിക്കായിരിക്കും കേൾക്കാം എന്ന് പറയുമ്പോൾ മിത്ര പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല അമ്മേ, ഡാൻസിനൊന്നും ചേർന്നതല്ല, വേറെ ഒരു കാര്യമാണെന്ന് പറയുന്നു. അപ്പം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് നല്ലോണം എന്നെ നോക്കിയിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ, എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ എന്ന് പറയാണ്. അപ്പം മീനാക്ഷി പറയുന്നുണ്ട്, അത്ര പ്രത്യേകത ഒന്നും തോന്നുന്നില്ല, എന്തപ്പത് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ, എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ചുരിദാർ ഒന്ന് നോക്കിയേ എന്ന് പറയുമ്പോൾ മീനാക്ഷിക്ക് കത്തൊന്നുണ്ട് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ മിത്ര ഇങ്ങനെ നാണം കുടുങ്ങി നിൽക്കുമ്പോൾ, എടി ഈ ചുരിദാർ പുതിയതാണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മീനാക്ഷി. അപ്പോൾ അതേ ഏട്ടത്തി എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് നിനക്ക് ആര്യം വാങ്ങി തന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ എന്ന് പറഞ്ഞ നാണത്തോടു കൂടി നമ്മുടെ മിത്ര ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വെറുതെ അല്ല നിൻ്റെ ഒരു ഇളക്കം എന്നിങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി പറയാണ്, എന്തായാലും നന്നായിട്ടുണ്ടെടി. അപ്പോൾ സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേടി നന്നായിട്ടുണ്ട്, നിൻ്റെ സന്തോഷം കണ്ടപ്പോൾ തന്നെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഗോമതിയും പറയണം, എൻ്റെ മോൻ നിനക്ക് ചുരിദാർ വാങ്ങി തന്നു, അമ്പോ അത് വലിയൊരു അത്ഭുതമാണല്ലോ, അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗോമതിയും പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്കിടയിൽ റൊമാൻസ് ഒക്കെ വന്നു തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ, റൊമാൻസ് ഒന്നല്ല, എന്നാലും ചുരിദാർ എടുത്തു തന്നു അത്രേ ഉള്ളൂ എന്നിങ്ങനെ മിത്ര പറയുകയാണ്. അപ്പം ആ സമയത്ത് അങ്ങനെ എൻ്റെ മോൻ എന്തായാലും നിന്നെ ഇഷ്ടപ്പെടൂടി, എന്തായാലും കല്യാണം കഴിക്കണ സമയത്ത് രണ്ടിനും പരസ്പരം തീരെ താല്പര്യമില്ലാതെ എൻ്റെ നിർബന്ധത്തിനല്ലേ കല്യാണം കഴിച്ചത്, ഇനിയിപ്പോൾ എന്തായാലും ഇവരൊക്കെ സന്തോഷത്തോട് ജീവിക്കും, ഇവർക്ക് എന്തായാലും പരസ്പരം ഇഷ്ടമൊക്കെ വരും എന്നിങ്ങനെ പറഞ്ഞ് മുഴുവിക്കുന്നതിന് മുൻപ് തന്നെ
നമ്മുടെ അവിടുത്തെ താരമായിട്ടുള്ള ദേവി അങ്ങോട്ട് കടന്നു വരികയാണ്. ദേവി അങ്ങോട്ട് വരണ കാണുമ്പോൾ നമ്മുടെ ഗോമതി സംസാരിച്ച് മുഴുവനായിട്ടില്ല. അപ്പോഴേക്ക് മീനാക്ഷി ഗോമതിയുടെ കയ്യിൽ അങ്ങനെ തട്ടി നിർത്തുകയാണ്. എന്നിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ദേവി വരുന്നത്. അപ്പോൾ വേഗം തന്നെ ഗോമതി അങ്ങനെ പറഞ്ഞ് പകുതിക്ക് വെച്ച് അങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ ദേവി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മൂന്നാളും കൂടി ഇവിടെ എന്താ മൂന്നാളും കൂടി സംസാരിക്കുന്നുണ്ടല്ലോ, എന്നെ കണ്ടപ്പോൾ എന്താ നിർത്തിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ആ സമയത്ത് ഞങ്ങൾ സംസാരിച്ചത് പിന്നെ അത് എന്നൊക്കെ പറഞ്ഞ ഗോമതി ഇങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, അതെ ഞങ്ങൾ 3 പേരും സംസാരിക്കായിരുന്നു. അപ്പോൾ എന്താ ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ലതാണോ, എന്നെ കണ്ടപ്പോൾ എന്താ നിർത്തിയത് എന്ന് ദേവി ചോദിക്കുമ്പോൾ, അതെ ദേവി ചേച്ചി കേൾക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ കയ്യിൽ അങ്ങനെ തട്ടി നിർത്തിയത്. അതെന്താ എന്ന് ചോദിക്കുന്നുണ്ട് ദേവി. അത് ഏട്ടത്തി കേൾക്കാൻ പാടില്ലാത്ത കാര്യമില്ല, പിന്നെ എങ്ങനെ ഏട്ടത്തിയോട് പറയാൻ പറ്റാ എന്ന് മീനാക്ഷി ചുട്ട മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പം നാണം കെട്ട് പോവുകയാണ് നമ്മുടെ ദേവി. അപ്പം ആ സമയത്ത് നിങ്ങളിപ്പോൾ ഒന്നായി, ഞാനൊക്കെ ഇപ്പോൾ വെറുതെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം മോൾ എന്താ ഇങ്ങോട്ട് വന്നത് എന്ന് വല്ലതും വേണോ എന്ന് ചോദിക്കുകയാണ് ഗോമതി. അപ്പം ആ സമയത്ത് ഒന്നും വേണ്ട അമ്മേ, ഞാൻ വന്നതേ കടയിലോട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കണ്ടേ അദ്ദേഹത്തിനും അച്ഛനും കൂടിയിട്ട് ബാലച്ഛനും കൂടിയിട്ട്, അപ്പം അതിന് വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്നാ ഭക്ഷണം എടുക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗോമതി പറയുന്നത്, നിൽക്ക് എന്നും എന്തിനാ ഈ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുന്നത്, ഭക്ഷണം കൊണ്ടു കൊടുക്കണ്ട, മോളുടെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക, അവരെന്നെയല്ലേ കുറ്റപ്പെടുത്തുക എന്ന് ചോദിക്കുന്നുണ്ട് ഗോമതി. അപ്പോൾ നമ്മുടെ ദേവി പറയാണ്, ഒരിക്കലും ഇല്ല അമ്മേ, എൻ്റെ അമ്മയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, അങ്ങോട്ട് ഭക്ഷണം അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം ദേവി അകത്തേക്ക് അടുക്കളയിലേക്ക് പോവുകയാണ് ഭക്ഷണമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട്, ഇതെന്ത് ജന്മാണിത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മീനാക്ഷിയും അതുപോലെ തന്നെ മിത്രയും നമ്മുടെ ഗോമതിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, അതെ ഈ കളി ഇതിങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ, അമ്മയുടെ സ്ഥാനം എല്ലാവരുടെ സ്ഥാനം തട്ടിയെടുക്കുകയാണ്, അമ്മ ഇത് നല്ലതല്ലാത്തത് കൊണ്ടാണ്, അമ്മ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും പോട്ടെ എന്ന് വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഏട്ടത്തി ഇങ്ങനെയായി പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗോമതിയോട്. അപ്പോൾ ഗോമതി ചോദിക്കുകയാണ്, ശരിക്കും എന്ന് പറയണം, പിന്നല്ലാതെ അമ്മയുടെ സ്ഥാനത്ത് ശരിക്കും നിന്ന് നോക്കി, അപ്പോൾ എല്ലാവരും അമ്മയെ ബഹുമാനിക്കും, ഇതുപോലെയൊന്നും ഒരാളൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ മീനാക്ഷി നമ്മുടെ വാച്ചിലിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അയ്യോ സമയം പോയി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അമ്മ എന്നും പറഞ്ഞ് വേഗം തന്നെ അവൾ അവിടെ നിന്നും പോകുന്നുണ്ട്. അതേ സമയത്ത് ദേവി അവിടേക്ക് ഭക്ഷണമൊക്കെ ആയിട്ട്, എന്നാൽ ഞാൻ പോട്ടെ അമ്മേ, ഓട്ടോ വന്നിട്ടുണ്ട്, ഓട്ടോയിൽ കയറി ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ദേവിയും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മിത്രയും പറയുന്നുണ്ട്, എന്നാൽ ശരി അമ്മയെന്നും പറഞ്ഞ് മിത്രയും പോകണം. മിത്രയും എന്തായാലും നമ്മുടെ ഗോമതിക്കുള്ളത് വിളമ്പി കൊടുക്കുന്നുണ്ട്. അവളെന്തായാലും ഒന്ന് ചൂട് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഗോമതി എന്തായാലും മനസ്സിൽ വിചാരിക്കണം, അത് ശരിയാണ് ഇവർ 2 പേരും പറഞ്ഞത്, ഞാനല്ലേ ഈ വീട്ടിലെ അമ്മായിമ്മ, ഞാൻ പറയുന്നതല്ലേ ഇവിടുത്തെ മരുമക്കൾ കേൾക്കേണ്ടത്, അത് ശരിയല്ലേ ഇവർ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ശരിയാക്കി കൊടുക്കാം എന്നിങ്ങനെ മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുത്ത പോലെ നമ്മുടെ ഗോമതി അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇതേ സമയത്ത് നമ്മുടെ ആകാശ് കടയിലെത്തുമ്പോൾ ആകാശ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ മാമനോടും അതുപോലെ അവിടുത്തെ ആ ജോലിക്കാരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നായിരുന്നു കാര്യങ്ങൾ, അച്ഛൻ ഒരു പൊടിക്ക് എന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കളിയാക്കുകയും എന്നെ പരിഹസിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ എന്നെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ബാലൻ അവിടേക്ക് വരികയാണ്. അപ്പം എല്ലാവരും പെട്ടെന്ന് എന്തൊക്കെയോ ജോലി എടുക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുകയാണ്. അപ്പോൾ ആകാശം മാത്രം അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താടാ നീയും ഇവിടെയും വെറുതെ നിൽക്കാനാണോ നീ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ബാലൻ. അങ്ങനെ അവിടെ ഇരുന്നൊരു പാർസൽ പെട്ടി എടുത്തിട്ട് ഡെലിവറി പെട്ടി എടുത്തിട്ട്, ഇതല്ലേ മാമ ഞാൻ കൊണ്ടു കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ആകാശം അതും എടുത്ത് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മാമനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാലൻ. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള ജോലിക്കാർ പറയുന്നുണ്ട്, ആ ചേട്ടൻ പറയുകയാണ് ബാലനോട്, ബാല ഞാനൊരു കാര്യം പറയട്ടെ, നീ എപ്പോഴും അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തില്ല, അവർ ചെറിയ കുട്ടിയൊന്നുമല്ല, അവർക്ക് ഭാര്യയൊക്കെ ഉള്ളതാണ്, അവരെ എങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടാ, നീ അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആരുടെ തലയിൽ കയറാൻ, ബാലൻ്റെ തലയിൽ ഒന്നും കയറുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും നമുക്ക് അടുത്ത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.